ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ശരീരം വണ്ണം വെക്കാനും അതുപോലെ തന്നെ കവിളുകൾ തുടുക്കാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വണ്ണം വെക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണിത്. ഇത് 2 നേരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. കവിളുകൾ തുടുക്കാനും വണ്ണം വെക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പശുവിൻ നെയ്യിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പശുവിൻ നെയ്യ് ഒട്ടും തന്നെ എടുക്കാനില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൽ ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ബദാം ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്, അതേപോലെ തന്നെ കിസ്മിസ് അതുമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും എല്ലാം എടുക്കുക. പക്ഷേ ഇതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കിസ്മിസും കാഷ്യൂ നട്ട്സും എല്ലാവരും വീട്ടിലുണ്ടാവും. അത് കുറച്ച് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ഫാറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങേൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗീയിലിട്ടിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നല്ലോണം വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഗീ എല്ലാ ഭാഗത്തും ആവണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ നട്ട്സും അതുപോലെ തന്നെ തേങ്ങ ഒന്ന് മൂപ്പിച്ചിട്ട് ഞാനിതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം തന്നെ എടുക്കണം, വേറൊരു പഴം എടുക്കരുത്. വലിയ ഒരു നേന്ത്രപ്പഴം ഞാൻ 4 പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടതാണിത്. അതായത് 4 മുറി മുറിച്ച് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടതാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതായത് നമ്മുടെ ഈ പഴത്തിൻ്റെ കളർ ജസ്റ്റ് ഒരു യെല്ലോ കളറായി മാറുന്നവരെ നമ്മൾ ഈ ഗീയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളെല്ലാം എന്തായാലും ഇത് കഴിച്ചോളും. അപ്പോൾ നട്ട്സ് നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്റ്റ് ഇടണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് അത് കടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ശർക്കര നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ശർക്കര. നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നതിലും നല്ലത് ശർക്കര യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ശർക്കരേൻ്റെ അളവ് എന്നെല്ലാം പറയുന്നത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കുക. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് എടുക്കുക. ഇനി ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടം വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് വൈകുന്നേരവും അതേപോലെ തന്നെ രാവിലെയും ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കരുത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് കഴിക്കുക. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് നിങ്ങളിത് കഴിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളെല്ലാം കഴിച്ചോളും. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കറുത്ത മുന്തിരിയെല്ലാം നമ്മുടെ ശരീരത്തിൽ വളരെ നല്ലതാണ്. അപ്പോൾ കറുത്ത മുന്തിരി നിങ്ങൾ ആഡ് ചെയ്യുന്നേരം അതൊന്ന് സോക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയെന്നാണെങ്കിൽ അതിന് ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ രക്തം വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് കാണുക. ഉണക്കമുന്തിരി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഞെട്ടിക്കുന്ന പിന്നെ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നട്ട്സെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് 2 നേരമായിട്ട് കഴിക്കുക. കവിളുകൾ തുടുക്കാനും വണ്ണം വെക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും 100% ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ പഴം എടുക്കുന്ന സമയത്ത് നേന്ത്രപ്പഴം തന്നെ എടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.